ഈ ഡാൻസ് നോക്കിക്കൊണ്ട് നടന്നു. നാളെ ഫൈനലാണ്. സ്കിറ്റ് നോക്കണ്ടേ? സ്ക്രിപ്റ്റ് റെഡിയായോ? സ്ക്രിപ്റ്റ് എപ്പോഴാ റെഡി? എന്ത് ആദ്യ രാത്രി? ഈ ജോസ് പേരുക്കട ഫോൺ വിളിച്ച് പറഞ്ഞത് ആദ്യ രാത്രി വേണ്ടെന്നാണല്ലോ. ആ മഹാനുഭാവന്റെ ആദ്യ രാത്രി അല്ലല്ലോ നമ്മളിവിടെ ചിത്രീകരിക്കുന്നത്. പിന്നെന്താ ഈ ചെയ്യുന്നേ? വളരെ വ്യത്യസ്തമായ ആദ്യ രാത്രി. ഈ ആദ്യ രാത്രിയുടെ സ്കിറ്റൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ? ആദ്യ രാത്രിയെ കുറിച്ച് പലർക്കും പല സങ്കല്പങ്ങളുണ്ട്. പല ഡയറക്ടർമാരും പല രീതിയിലുള്ള ആദ്യ രാത്രികളായിരിക്കും ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ള ആദ്യ രാത്രികൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ ആദ്യ രാത്രി തുടങ്ങാം. അനിയന്മാരെ ആ സെറ്റൊക്കെ ഒന്ന് കേട്ടിക്കേ. കേട്ട് 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 കേട്ട്. ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ? കണ്ടല്ലോ, ഇനി മലയാള സിനിമയെ എന്നും കളർഫുൾ ആക്കിയിട്ടുള്ള പ്രിയദർശന്റെ ആദ്യ രാത്രി. മുരളിയേട്ടാ, എന്തോ എന്തിനാ മുരളിയേട്ടാ നമ്മൾ ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? അയ്യോ, അതൊക്കെ പ്രിയദർശന മാവൻ ഉണ്ടാക്കി വെച്ച ഓരോ കീഴ്വഴക്കങ്ങളല്ലേ. മുരളിയേട്ടാ, അയ്യോ, ഇതാരാണ് ഇതിന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ട് വരുന്നേ? പ്രിയദർശ സിനിമയിലെ ഡാൻസിന്റെ കൊട്ടേഷൻ ടീമുകളാ, ഒരു കളർഫുള്ളിന് വേണ്ടി വരുന്നതാ. അയ്യോ, ഇതൊരു വല്ലാത്ത കളർഫുള്ള് തന്നെ. മുരളിയേട്ടാ, സർലേ, മുരളിയേട്ടാ, സർലു, മുരളു. സർലൈ. എന്തിനാ മുരളിയേട്ടാ മൃദംഗം അടിക്കുന്നേ? അയ്യോ, ഇത് മൃദംഗം അടിച്ചതല്ല. ഞാൻ ചർളീന്ന് വിളിച്ചപ്പോ എന്റെ നാക്കൊന്ന് കുളിര് കോരിയതാ. എന്തൊരു നല്ല ചിരി. ചേട്ടാ, ഈ കളർഫുൾ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ അസ്ഥാനത്തൊക്കെ കയറി വന്നാൽ എങ്ങനെ? ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും കൂടെ എന്നെ എങ്ങനെയൊന്ന് കൊല്ലാതിരുന്നുകൂടെ? അവാർഡ് സിനിമകൾ ചിത്രീകരിക്കുന്ന സംവിധായകന്റെ കയ്യിലാണ് ഇത് കിട്ടിയെങ്കിലോ അദ്ദേഹം എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇത് അല്ല, ഇതും അല്ല, എന്നാ പിന്നെ ഇതായിരിക്കും. ഇതു തന്നെ. ഓഹോ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ? ആളെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളവരൊക്കെ ഒന്നാ. അല്ല, ബാക്കിയുള്ളവരൊക്കെ ഒന്ന്. മനസ്സിലായില്ലന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എക്കോയും ഞാൻ തന്നെ ഇടണം. അപ്പോ വിശേഷങ്ങൾ പുലർച്ചെ പറയണം ട്ടോ. പറയാം ട്ടോ. പാല് പുളിച്ചു, തൈരായി. എന്റെ കോപ്ലാട്ടുശ്ശേരി ഭഗവതി.
ഇനി ന്യൂ ജനറേഷൻ സിനിമകൾക്ക് തുടക്കം കുറിച്ച അമൽ നീരദ് ചിത്രീകരിക്കുന്ന ആദ്യ രാത്രി. സാഗർ എന്റെ പേര്, ഏലിയാസ് അച്ഛന്റെ പേര്. അപ്പൊ ജാക്കി നാട്ടുകാരിട്ട പേര്. തപാല്. തപാലോ? അല്ല, ദാ പാലെന്ന്. സോറി, നടന്നു വന്നപ്പോഴേക്കും സമയം ലേറ്റായി. നാളെ എങ്ങനെങ്കിലും നേരത്തെ എത്താൻ നോക്കാം. അപ്പോ see you tomorrow. എന്തിനേറെ പറയുന്നു, പട്ടാളക്കഥകൾ മാത്രം ചിത്രീകരിക്കുന്ന മേജർ സാറിന്റെ കയ്യിലാണ് ഈ ആദ്യ രാത്രി കിട്ടിയെങ്കിലോ. മകളെ നല്ല മയിലഴകെ നിന്റെ മനസ്സിന്റെ കാവാടി ചിന്തൊരുക്ക കുലമകളെ കുഞ്ഞു കുയിൽ മൊഴിയെ നല്ല കുറുക്കുട കുമ്മികൾ കുരവയത്തൊരു. നിങ്ങൾക്ക് എന്താ ഇവിടെ? First night mission group reporting sir. Boys, let's start our mission. അയ്യോ ചേട്ടാ, ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒരു പട്ടാളക്കാരന്റെ ജീവിതം അപകടം നിറഞ്ഞതായിരിക്കും. നമുക്ക് സുരക്ഷ തരാൻ വേണ്ടിയാണ് അവരിവിടെ നിൽക്കുന്നത്. ജനലെല്ലാം അടച്ചു സാർ. നോ വളഞ്ഞു നോട്ടം സാർ. മിഷൻ ഫസ്റ്റ് എയ്ഡ് ഓക്കേ സാർ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഞങ്ങൾ പട്ടാളക്കാരന്മാരൊക്കെ എല്ലാം ഉറച്ചേ പറയത്തുള്ളൂ. എന്നാ പിന്നെ പാല് കുടിക്കൂ ചേട്ടാ. എന്നാ പിന്നെ നമ്മുടെ ആദ്യ രാത്രി തുടങ്ങാം. അയ്യോ, ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴോ? അതൊന്നും പേടിക്കണ്ട, അവര് നമ്മളെ ഇനി കാണത്തതേ ഇല്ല. അതെങ്ങനെ? കമാൻഡോസ്, ചാരവിമാനം ഏത് നിമിഷവും നമ്മുടെ തലയ്ക്ക് മേലിൽ കൂടെ പറക്കും. എല്ലാരും ചാരകൂരാവണം, അല്ല ചാകരൂകരാവണം. കണ്ടോ, ഇനി ഞാൻ പറയാതെ ഒറ്റയെണ്ണം താഴോട്ട് നോക്കത്തില്ല. മാനത്ത് കണ്ടന്മാരായിട്ട് അവിടെ നിൽക്കും. പന്തലുകാരൻ കാശിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സർ. 2715 രൂപ ഇങ്ങടുത്ത് വരൂ. അയ്യോ, പിന്നെ 2500 ഇപ്പൊ കൊടുക്കാന്ന് പറ, ബാക്കി പൈസ മറ്റന്നാൾ കൊടുക്കാന്ന് പറ. ആഹാ, അപ്പൊ കടം പറയുമ്പോ ഒച്ച കുറച്ച് പറയാല്ലേ? നീ എന്റെ കമാൻഡറിനെയാവണ്ട, ഞാനാണ് കമാൻഡർ. ഈ കട്ടിലടിയിൽ ആരാ ഉണ്ട് ബോസ്? അയ്യോ, സാമദ്രോഹി, എന്റെ മിഷൻ ഫസ്റ്റ് നൈറ്റ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നീ ഇവിടെ എന്തു കൊടുക്കുവാടാ? അയ്യോ വെടിവെക്കല്ലേ, ഞാൻ ഈ കല്യാണത്തിന്റെ വീഡിയോഗ്രാഫറാ. വീഡിയോഗ്രാഫർ? ആ, ഞാൻ ഈ മിഷൻ വെച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്താലേ എന്റെ മിഷൻ പൂർത്തിയാകത്തുള്ളൂ. ആഹാ, എന്താണ് നിന്റെ പേര്? ശിഹാബ് അൽതാജ് മനാഫ് അൽ മുബാറക്. എടാ മുഖത്ത് തുപ്പുന്നോനെ, നീ ഇന്ത്യയുടെ ആദ്യ രാത്രിയുടെ രഹസ്യമെല്ലാം പാകിസ്ഥാനിലേക്ക് കടത്താൻ നിൽക്കുന്നല്ലേടാ. കമാൻഡോസ്, യവനെ എടുത്തോണ്ട് ഇവിടുന്ന് പോ. ഓ, എല്ലാരും പോയി. ഇനി എപ്പ വരുവോ ആവോ. ഉറക്കം വരുന്നു. ഉറങ്ങിയോ? നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. നിനക്ക് കാവലായി നേരം വെളുക്കുന്നത് വരെ ഞാനുണ്ടാകും. സിനിമ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ പറയാൻ പറ്റിയത് സീരിയലുകാരെ കുറിച്ചാണ്. എന്നാൽ അവരുടെ രീതിയിൽ ഒരു ആദ്യ രാത്രി. പെണ്ണാളെ കണ്ടാലഴകുണ്ടോ, മാനസമഴവില്ലിൻ താലിച്ചരടുണ്ടോ, മിന്നും താലിയുമായി അവളെ കെട്ടാനാടുണ്ടോ, താലിപ്പൊന്നു കെട്ടുന്ന പെണ്ണിൻ നെഞ്ചിൽ സൂര്യനുണ്ടാവണം, അവളെ കണ്ട് കൈകൂപ്പുവാനായി നക്ഷത്രങ്ങൾ വന്നെത്തണം, പൂമുഖവാതിൽക്കൽ അവളുടെ
ചേട്ടാ ഓ ഇതാ പാല്. ഈ പാലവൻ കുടിക്കുമോ? അഥവാ പാൽ കുടിച്ചാൽ തന്നെ കുടിച്ചതിന്റെ ബാക്കി അവൾക്ക് കൊടുക്കുമോ? സംഘർഷഭരിതമായ ഫസ്റ്റ് നൈറ്റ് മുഹൂർത്തങ്ങൾക്ക് കാണുക ആദ്യ രാത്രി. വേണി, എന്താ കുമാർ? ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ വയറ്റിൽ ഒരു കുട്ടിയുണ്ടെന്ന സത്യം തുറന്നു പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരും. തുറന്നു പറയാതിരുന്നാൽ എങ്ങനെയെങ്കിലും 5.5 വർഷം പ്രസവിക്കാതിരുന്ന് ഈ സീരിയൽ നീട്ടിക്കൊണ്ടു പോകാം. ഈ സത്യം ഈ കൃഷ്ണവേണി ആ മണഗുണാഞ്ചൻ മന്ദൻ കുമാറിനോട് തുറന്നു പറയുമോ? അഥവാ തുറന്നു പറഞ്ഞാലും അവനത് വിശ്വസിക്കുമോ? എന്തായാലും കുത്തിയിരുന്ന് കണ്ടേ പറ്റൂ. കാരണം ഇതിന്റെ പേര് ആദ്യ രാത്രി എന്നാണ്. ഞാൻ കീ കൊടുക്കാൻ നീ അനങ്ങി പോകരുത്. മാറാ മന്ദബുദ്ധി. അമ്മേ, ഞാൻ എന്താ തെറ്റ് ചെയ്തു? മിണ്ടിപ്പോരുത്. നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനമായ 7,36,115 രൂപയ്ക്കകത്ത് 2 രൂപയുടെ കുറവുണ്ട്. അമ്മേ, ആ 2 രൂപ തൊട്ട് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവരാതെ ഈ വടക്കെടുത്ത് വിലാസിനി തമ്പുരാട്ടിയുടെ മകൾ ശാന്തമ്മ നിന്നെ ആദ്യ രാത്രി കൂടാൻ അനുവദിക്കത്തില്ലടി. അനുവദിക്കത്തില്ല. അമ്മേ, ഇറങ്ങടി മൂദേവി എന്റെ വീട്ടിൽ നിന്ന്. നിന്റെ ആദ്യ രാത്രി കൂടാൻ അനുവദിക്കില്ലടി. അനുവദിക്കില്ല. ഈ പെണ്ണും പിള്ള ഈ പാവം പിടിച്ച പെണ്ണിനെ ആദ്യ രാത്രി കൂടിക്കുമോ? അതോ സംഭവം തകർന്നു തരിപ്പണമാകുമോ? കാണുക നാളെ രാത്രി 10 മണിക്ക് ആദ്യ രാത്രി. കുശലേ പെണ്ണുണ്ടോ, പെണ്ണിനു പിന്നുണ്ടോ? സംഭവങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? പിന്നെ വർക്കൗട്ട് ആക്കി എടുത്ത് ചിരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇനി ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അതൊക്കെ പണ്ട്. ഇപ്പൊ ബാക്കിയുള്ളതെല്ലാം ജഡ്ജസിന്റെ കയ്യിൽ.